എല്ലാവരും നല്ല ഉറക്കാണ് കേട്ടോ. ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. നമ്മളിപ്പോൾ വീട്ടിലാണ് കേട്ടോ, ബാറ്റിലാണ് കേട്ടോ. ഞാൻ വേറെ ആരും എഴുന്നേറ്റിട്ടില്ല, ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. രാവിലെ തന്നെ നല്ല ക്ഷീണമുണ്ടോ, രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ നോക്കുക. ഹലോ എടാ, ഞാനിപ്പോൾ ഇവിടെ വീട്ടിലാണ് കേട്ടോ, വേറെല്ല യാത്ര പകുതിക്ക് നിർത്തിട്ട് വന്നത്. രസാ എടാ, മഴ എന്ന് പറഞ്ഞ് ചെറിയ മഴയില്ലാറുണ്ട്, നല്ല മഴയായിരുന്നു. നമുക്കൊരു കാരണവശാലും മണാലിയിൽ നിന്ന് കയറി പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ ഒരു പ്രദേശം മൊത്തം ആകെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാതെ ചതിയായിരുന്നു. കാരണം നമുക്ക് നല്ല ടൈമാണ് കേട്ടോ, നമ്മൾ മഴ സമയത്താണ് കേട്ടോ പോയത്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ സീസൺ ടൈം ഇതല്ല, മെയ് ആഗസ്റ്റ് മെയ് ആഗസ്റ്റ് ജൂൺ ഫസ്റ്റ് ആ ഒരു ടൈമാണ് ശരിക്കും ലഡാക്ക് കയറി പോകാനുള്ള ഏറ്റവും നല്ല ടൈം എന്നാണ് പറയുന്നത്. എന്തായാലും നല്ല ടൈമാണ്. പോലെട്ടോ, വിശേഷമുണ്ട്, കുറേ ഉണ്ട്, ചിരിക്കാനുണ്ട്, പോട്ടി ചിരിക്കാനുണ്ട്. നിക്ക് നമുക്ക് പാല് ഇവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ. ഇതേടാ, ഇതെങ്ങനെയുണ്ട്? ഇത് നമ്മുടെ പ്രാർത്ഥന റൂമാണ് കേട്ടോ. ഇത് ഞാൻ റെഡിയാക്കി എടുത്താണ് കേട്ടോ. ആ നീല ഉണ്ടോ ആ ബോർഡർ, അതൊരു സൈസ് പേപ്പറാണ് കേട്ടോ, ഒട്ടിക്കണ പേപ്പർ. അത് മേടിച്ച് ഒട്ടിച്ചേക്കണയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ശരിക്കും ഒരു ബോർഡ് ഫ്രെയിമാണ് കേട്ടോ. അത് മേടിച്ചിട്ട് ഇതേപോലത്തെ ഒട്ടിക്കണ സ്റ്റിക്കർ, അത് ഒട്ടിച്ച് ഇതിൻ്റെ കഷ്ണം വെച്ച് ആണ് ഇത് ഒട്ടിച്ചാണ്. എന്നിട്ട് നടുക്കൊരു ഫോട്ടോ വെച്ചുണ്ട്. ഇത് ഞാൻ തന്നെ സെറ്റാക്കിയതാണ് കേട്ടോ, നല്ല രസമായി. ഇതിനി ഒന്നുകൂടെ ഒന്ന് ക്ലിയറാക്കി എടുക്കാനുണ്ട്. ഇവിടെ നമുക്ക് കാർപ്പറ്റൊക്കെ വിരിക്കാനുണ്ട്, അത് നമുക്ക് ഇന്ന് റെഡിയാക്കാം കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ പേടകം. എടാ, ഇത് ശരിക്കും എൻ്റെ അല്ല കേട്ടോ, ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. അവനോട് ഞാൻ എൻ്റെ ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെനിക്ക് വന്നാൽ കേട്ടോ. നല്ല രസമല്ലേ ഇത്? ചെറുതാട്ടോ. ഇനി ഇതിനും ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഇതിന് ഒരു ബാക്കിലൊരു നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ വെക്കാൻ ചെറിയൊരു ക്യാരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. സൈക്കിളൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല കണ്ടത് അവൻ നല്ല അടിപൊളിയായിട്ട് നല്ല അലവിയിലൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചാണ് കേട്ടോ. ഇത് നമ്മളന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ലഡാക്കിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പക്ഷെ നമുക്ക് പണി കിട്ടി, മഴ ചതിച്ചാണ്. പക്ഷെ ഇവിടെ മഴയല്ല കേട്ടോ, ഇവിടെ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. ഇത് ചെറുക്കൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത്. ചെറുക്കനിപ്പോൾ നല്ല ഉറക്കം. അതെ, അവൻ്റെ ജീപ്പ്, അവൻ ആ ജീപ്പ് കാണിച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ സീറ്റ് എന്ത് അതേ ഇരിക്കണം. അടിപൊളി. അയ്യോ പാല്
ചായ തിളയ്ക്കാനായിട്ടോ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാൻ നോക്കട്ടെ. ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇവിടെ സമയമൊന്നും ആയില്ല. എടാ നമ്മൾ മുരിങ്ങൂര്, അതായത് ഡിവൈനിൽ നിന്ന് ഇറങ്ങി നേരെ കളമശ്ശേരി ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ആലുവ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ട്രെയിൻ കയറി ഡൽഹി. അതാണ് നമ്മുടെ യാത്രയുടെ തുടക്കം. എന്ത് വെള്ളാലേ എടാ, നല്ല മഴയുണ്ട് കേട്ടോടാ അങ്ങോട്ട്. അതേ നോക്കി കല്ലങ്ങി കേട്ടോ വെള്ളം കിടക്കണേ. എന്ത് വെള്ളം അത്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ, നല്ല ഒഴുക്കടാ. എടാ ഇത് ഏതാ സ്ഥലം? ഇത് എനിക്ക് തോന്നുന്നു ഇതിപ്പോ പട്ടാമ്പി ആ ഒരു ഭാഗമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശൂർ എന്തായാലും കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഈ കറക്റ്റ് സ്ഥലമാണെന്ന് പറയാം. ഈ പാലം ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കമന്റ് ചെയ്യണോട്ടാ. ഇത് ഏതാ സ്ഥലം? എന്ത് രസം നോക്കടാ. ഇവിടെയൊക്കെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ നിൽക്കടാ. എടാ ഇതൊന്ന് കമന്റ് ചെയ്യണോട്ടാ. ഇതേതാ സ്ഥലം, ഇതേതാ സ്ഥലം എന്ന് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടാ. എവിടെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്? നമ്മൾ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ പുറത്ത് ഒരു അമ്മയും ഒരു മോളും, അവർ നമ്മൾ കഴിക്കണ സമയം തൊട്ട് കഴിച്ച് തീരണ വരെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എടാ എനിക്കാണെങ്കിൽ പാപം തോന്നിയിട്ട് കൊള്ളായിരുന്നു. കാരണം ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇതാണ് കേട്ടോ. അവർ നോക്കുമ്പോൾ നമുക്ക് സങ്കടമാവും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ നേരം ഉണ്ടാവുള്ളൂ. ശരിയാണോ? പക്ഷേ അത് വല്ലാത്തൊരു കാര്യമാണല്ലോ. പിന്നെ എനിക്കത് കൊടുക്കണതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ തോന്നിയില്ല. കാരണം അത് ശരിയല്ല എന്ന് തോന്നി. പക്ഷേ അതൊരു ഭയങ്കര സംഭവമായി പോയി. കാരണം ഞാൻ കഴിക്കണ സമയം മുതൽ കഴിച്ച് തീരണ സമയം വരെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ പട്ടിണിയുടെ വിലയൊക്കെ അറിഞ്ഞവർക്കത് മനസ്സിലാവും അതിൻ്റെ സംഭവം എന്നാണ്. അത് ചെറിയ കാര്യമല്ല. ഒരു ദാരിദ്ര്യം കാണണമെങ്കിൽ ഒന്ന് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങിയാൽ മതി മോനെ. ഒരുപാട് ദാരിദ്ര്യം കാണാൻ പറ്റും. നമ്മളതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ് മക്കളെ, സ്വർഗത്തിലാണ്. എടാ ഇത് കണ്ടോ, ആ അമ്മേനോട് ചേർന്നിരുന്ന് മുല കുടിക്കണ കണ്ടോ? എന്ത് രസമല്ലേ. ആ അമ്മയുടെ വാത്സല്യം കണ്ടോ? ഇവൻ അപ്പനായിരിക്കും കേട്ടോ. ഇവൻ കാർന്നോരാണ് കേട്ടോ. കാർന്നോര് ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? പോടാ ചെല്ലടാ. അതെ, നമുക്ക് ഈ സൈക്കിള് ഒന്ന് എടുത്തൊന്ന് തുടച്ച് റെഡിയാക്കണ്ട. ഇവനൊന്ന് സെറ്റാക്കാം. ഹായ്, ഇതെൻ്റെ അനിയനാണ് കേട്ടോ. എൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ, അതായത് ഞങ്ങളെ ആങ്ങളെ പെങ്ങള് മക്കളാണ് കേട്ടോ. ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന ഇവന് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാച്ചിലേഴ്സ് ഓഫ് അരിവപ്പ്. മെയിൻ ഫുഡിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഫുഡല്ലടാ മെയിൻ. അവൻ തന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാക്കി അവൻ തന്നെ ഉണ്ടാക്കി കാര്യങ്ങൾ. അത്യാവശ്യം എടാ ഇപ്പം ചെറിയ ഗ്യാപ്പ് വന്നില്ലേ? ഇവൻ 2 വർഷം മുമ്പാണ് കേട്ടോ തുടങ്ങി. അതായത് കൊറോണ ടൈമിലല്ലടാ? ആ ടൈമിൽ തുടങ്ങിയിട്ട് പിന്നെ അവനിപ്പോൾ 2 വർഷത്തെ ഗ്യാപ്പ് വന്നു. എന്നിട്ട് അവനിപ്പോൾ ഇവിടെ വന്നേക്കും കേട്ടോ. അത് സെറ്റാക്കി എടുക്കൂട്ടോ. അവൻ സെറ്റാക്കി എടുക്കാനുള്ള എല്ലാ പരിപാടിയിലാണ് അവൻ. അത്യാവശ്യം വ്യൂസ് ഒന്നും ഉണ്ടായില്ല. 15K ഒക്കെ അടിച്ചില്ലേ? അവൻ്റെ ഒരു വീഡിയോക്കൊക്കെ 15K ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇതാണ് കേട്ടോ. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ബാച്ചിലേഴ്സ് ഓഫ് അരിവപ്പ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. ഞങ്ങളിങ്ങനെ റെഡിയാക്കി എടുക്കും അല്ലടാ. ഇന്ന് ഇൻ്റർവ്യൂ അല്ലേ? ഇന്ന് എവിടെയാ?
ബുധേയ ആയിരിക്കും. ബുധിയ 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 ഇത് ബുധേബിയ. എടാ നമ്മൾ ശരിക്കും നിൽക്കണത് ഇപ്പോൾ ബുധേബിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് മനാമ ബുധേബിയ. അവന് ഇൻ്റർവ്യൂ ഉള്ളത് ബുധേയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബുധേയ ആയിരിക്കും ബുധേയ. ബുധേയ ഗുദേബിയ എന്ന 2 സ്ഥലമാണ്. അത് ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ. പക്ഷെ അവനിന്നിപ്പോൾ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൾ വരും, അവനതിനാണ്ട പോകണം. നീ അപ്പോൾ പോയിട്ടോ, കാണാം. എടാ ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ കയറിയത് ഷിംല മണാലിക്കാണ് കേട്ടോ. ഡൽഹിയിൽ നിന്ന് നമ്മളൊരു പാക്കേജ് എടുത്താൽ പോയി. അവിടെ നിന്ന് നമ്മളൊരു ഷിംല 2 രാത്രി, മണാലി 3 രാത്രി, അങ്ങനെയാണ് നമ്മൾ പാക്കേജ് എടുത്തത്. നമ്മൾ ഡൽഹിയിൽ ഒരു കാർ എടുത്തിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ ആ യാത്ര മുതലാണ് നമുക്ക് തീരെ പണി കിട്ടും. കാരണം മണ്ണിടിച്ചിൽ, മഴ. ഷിംലയിലൊക്കെ നമ്മൾ ചെന്ന സമയത്ത് നമുക്ക് നല്ല മഴയായിരുന്നു. നമുക്ക് എന്താ പറയുക, നമുക്ക് കോട്ടും കോട്ടയും ഇതില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കൂടാതെ മണ്ണിടിച്ചിലും നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ. എടാ ഇപ്പം നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് മേളിലേക്ക് ഒരു സ്റ്റെപ്പ് കണ്ടു കേട്ടോ. അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ മേളിൽ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. ഇതേടാ അവിടെ ഒരു റോഡ് കാണുന്നുണ്ട്. എടാ അത് പാർക്കിംഗ് ആണ് കേട്ടോ ആ കാണുന്നത്. എടാ ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റ് റോഡാണ് കേട്ടോ. മാർക്കറ്റ് റോഡ് വഴിയാണ് കേട്ടോ പോണത്. നമുക്ക് ഇവിടുന്ന് ഈ വഴി താഴത്തേക്ക് പോയി നോക്കാം. ഇതേടാ HP, ഇത് ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്കാണ് കേട്ടോ പോകേണ്ടത്. നമ്മൾ മേളിൽ നിന്ന് കണ്ട പാർക്കിംഗ് ആണ്. നമ്മളിതേ അവിടെ നിന്നാണ് കേട്ടോ ഇറങ്ങി വന്നത്. ആ വഴിയാണ് കേട്ടോ ഇറങ്ങി വന്നത്. എടാ നമുക്ക് ഇതിൽ ഇങ്ങനെ പോയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മളെന്തായാലും പ്ലാനിങ് ഉണ്ടായിരുന്നതല്ലേ കൽക്കറ്റ് ഷിംല. നമുക്കെന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ, ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊന്നും വണ്ടി ഇടാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള സ്പേസ് ഇല്ല. അത് വേറൊരു കാര്യം. ചെറിയ വഴിയാണ്. അപ്പോൾ ഇതേപോലെ ബിൽഡിങ്ങുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബിൽഡിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വരാൻ. അതിപ്പോൾ ഈ പറയുന്ന നമുക്ക് പോകേണ്ട സ്പോട്ടിൽ ഇതില്ലെങ്കിൽ ഈ പറയണ വേറെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് വേണം വരാൻ. ഇപ്പം നമുക്ക് നിലവിൽ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടിയിലാണ് വന്നെങ്കിലും നമ്മുടെ വണ്ടി അതാ ഭാഗത്തൊന്നും അല്ല കേട്ടോ കിടക്കണം. അത് വേറെ ഭാഗത്താണ് കിടക്കുന്നത്. ഇത് കണ്ടോ, ഇതും ഒരു പാർക്കിങ്ങിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ.
അതേപോലെ ഇത് കണ്ടോ, ഇതും ഒരു പാർക്കിങ്ങിൻ്റെ കണ്ടോ. എടാ ഈ താഴത്തേക്ക് പോകുന്ന വഴി ഇത് എങ്ങോട്ടാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. കാരണം പക്ഷെ ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു ഈ വഴിക്കാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ഭാഗം കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനിവിടെ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത്. എടാ നമ്മളിതേ ഇപ്പം ഈ റോഡാണ് കേട്ടോ വന്നത്. ഇതിലെ വന്ന് നമ്മളിതേ ഇങ്ങനെ വന്ന് വണ്ടി ഇതേ ഇവിടെ കൊണ്ടുവന്നാണ് കേട്ടോ ഇട്ടേക്കണേ. വണ്ടി ഇതിൻ്റെ അകത്താണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പോണ സ്ഥലത്ത് എൻ്റെ അടുത്തൊന്നും വണ്ടി ഇടാൻ പറ്റില്ല. കാരണം ഇത് കണ്ടോ, ഇതേപോലത്തെ ചെറിയ വഴികളാണ്, എല്ലായിടത്തും ചെറിയ ചെറിയ വഴികളാണ്. അപ്പം നമുക്ക് പോകേണ്ട സ്ഥലത്ത് ഇതേപോലെ വണ്ടി ഒതുക്കി അങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ പാർക്കിംഗ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ, അതൊരു ടെമ്പിളാണ് കേട്ടോ. ഇത് കണ്ടോ, സ്കൂൾ പിള്ളേരാണ് കേട്ടോ, സ്കൂള് വിട്ടിട്ട് പോണതാണ് കേട്ടോ. എനക്കും ഉണ്ടായിരുന്നു പോപ്പിക്കൂട. നല്ല മഴയുണ്ട് കേട്ടോ, രാവിലെ മുതൽ നല്ല മഴയാണ്. ഇത് കണ്ടോ, ഇപ്പം മഴ ഇത്തിരി ഒന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ആ ബിൽഡിങ്ങിലാണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്നാണ് കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഈ വഴിയാണ് കേട്ടോ വന്നത്. അവിടെ ആ പാർക്കിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ വേറെ അങ്ങനെ അധികം ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അത് കണ്ടോ, എടാ നല്ല മഴയാടാ, നല്ല മഴയും അതേപോലെ ഇങ്ങനെ കോട ഇങ്ങനെയൊക്കെ വന്നിങ്ങനെ കിടക്കുക. നമ്മൾ ഇന്നലെ വരുമ്പോൾ മഴയില്ല കേട്ടോ. നമ്മൾ ഇന്നലെ വരുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ മഴ കൂടുതലായത്. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ. നമ്മൾ നാളെ രാവിലെയാണ് മളാനിക്ക് പോകുന്നത്. നല്ല ഹെവി മഴയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കുട ഉണ്ടായില്ല. ഞാനിത് ഇങ്ങനെ റെയിൻ കോട്ട ഇട്ടേക്കണേ, കുട എടുക്കാൻ മറന്നുപോയി. ഇവിടെ എന്തോ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടോ, എടാ ഇപ്പോൾ സ്കൂള് വിടുന്ന ടൈമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം വൈകിട്ട് 5 മണി ആയിട്ടോ. നല്ല തിരക്കുണ്ട്. എടാ ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ സ്കൂള്, ഓഫീസ് അതൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമല്ലേ. ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് 5 മണി ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മഴയും. ഇതൊരു ഗവൺമെന്റിന്റെ വണ്ടിയാണ് കേട്ടോ. ഇതേടാ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട. ഇതേടാ കോഴീനെ പൊരിക്കാൻ വെച്ചാൽ കണ്ടോ. അവനെ ഗ്രില്ലടിക്കാൻ വെച്ചാൽ കണ്ടോ. എടാ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഗ്യാസ് ഊറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. ഇത് കണ്ടോ, എന്താല്ലേ.
അതേപോലെ ഇവിടെ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. മഴ, തണുപ്പ്, നല്ല സുഖമാണ് കേട്ടോ. എടാ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ഇലക്ട്രിക്കൽ ബസ്സാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണ് കേട്ടോ ഇവിടുത്തെ റൂട്ട് ബസ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചേട്ടാ ആർമിയുടെ വണ്ടി ഉണ്ടോ? ചേട്ടാ ഇത് ഇവിടുത്തെ KSRTC അതിന്റെ പടം കൊടുക്കുന്നുണ്ടോ? ഇതും വേറൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടോ? ഇവരുടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോകൾ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. ദേടാ ഇതൊരു ബസ് സ്റ്റേഷനാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം. ദേടാ ട്രാഫിക് പോലീസിന്റെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടോ? എടാ ഇതൊരു ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഇതേപോലെ ടാക്സി ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും പിന്നെ ദൈവം സഹായിച്ച് ഹിന്ദിയിലാ ബോർഡ്, അതുകൊണ്ട് പിന്നെ ഒന്നും മനസ്സിലാവുള്ള. ഇതുണ്ടോ? ചേട്ടാ ഇതൊരു ഇലക്ട്രോണിക്സ് ബസ്സാണ് കേട്ടോ. ഇതുണ്ടോ? ഹിമാചൽ പ്രദേശ്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഒരു ഇംഗ്ലീഷിൽ അത് പാഞ്ഞു പോയി. ഇതിൽ മാത്രം ഈ ഇലക്ട്രോണിക്സ് ബസ്സിൽ മാത്രമാണ് കേട്ടോ ഈ ഇംഗ്ലീഷിൽ ബോർഡുള്ളൂ. ബാധ്യത ഉണ്ടോ? ഈ ഇലക്ട്രോണിക്സ് ബസ്സിനകത്ത് മാത്രമേ ഇംഗ്ലീഷിൽ ബോർഡുള്ളൂ. ബാക്കി എല്ലാത്തിലും ഹിന്ദിയിലാണ് കേട്ടോ ബോർഡ്. ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. നമുക്ക് വന്ന വഴി തന്നെയാണ് കേട്ടോ തിരിച്ചു പോകേണ്ടത്. കാരണം നമ്മൾ ആ പോകുന്ന വഴിക്ക് ഇത് കണ്ടതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറിയത്. ഇതേടാ ഇത് ടാക്സി സ്റ്റാൻഡ് അല്ല കേട്ടോ. ഇത് പാർക്കിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ? മന്ത്ലി ആണെങ്കിൽ ഇത് 3000 രൂപയൊക്കെ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. ഇത് ടാക്സി സ്റ്റാൻഡ് അല്ല, ഇത് പാർക്കിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇതേടാ ഈ കാണുന്ന പബ്ലിക് ടോയ്ലറ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് അവിടെ ഒന്ന് കയറി വെക്കാൻ വൃത്തി എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാലോ. ഇത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ളതാണ് കേട്ടോ. അങ്ങോട്ട് വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് കയറാൻ പറ്റില്ല. അതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും.
എനിക്കാണെങ്കിൽ കിച്ചാമണിയിൽ നിന്ന് വെള്ളം പോകാനുമില്ല. അതെങ്ങനെയാണ് കിച്ചാമണിയൊക്കെ തണുത്ത് വിറച്ചിരിക്കുക, മൂത്രം വരെ ഐസായി പോയി. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അതിനിപ്പോൾ എനിക്ക് കാലാവസ്ഥ മാറിയത് കൊണ്ടാണോ എന്നുള്ളതും അറിയില്ല കേട്ടോ. എടാ എല്ലാവരും എന്നെ ഒരു അത്ഭുതത്തോടെയാണ് കേട്ടോ നോക്കണത്. കാരണം ഇത് കണ്ടോ, ഇതേപോലെ കോട്ടൊക്കെ ഇട്ട് ഈ മഴയത്ത് ക്യാമറയും പൊക്കി പിടിച്ച് ഇതേപോലെ അവർക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയും പറഞ്ഞ് പോണ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഭാഗത്തെ കൂടെ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ സ്കൂൾ വിട്ട് പോകുന്നു, ഇപ്പോൾ മുതിർന്ന ആൾക്കാരാണെങ്കിൽ ജോലി കഴിഞ്ഞ് പോകുന്നവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്നവർ, അവരെല്ലാവരും എന്നെ ഒരു ഇതായിട്ടാണ് കേട്ടോ നോക്കണേ. ഇതുണ്ടോ, നമ്മളീ പോകുന്ന സ്പോട്ടിൽ എന്താണെന്നുള്ളതല്ലാതെ നമുക്ക് അപ്പുറത്തേക്ക് അങ്ങ് ദൂരത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്താണെന്നുള്ളത് അറിയാം. കാരണം ആ മാതിരി മഴ പെയ്ത് ഇങ്ങനെ ഫുള്ള് കോടമഞ്ഞ് കയറി കിടക്കുക. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ് കേട്ടോ. ഉണ്ടോ, ഇതും വേറൊരു പാർക്കിംഗ് സെക്ഷനാണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കടകളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന റോഡ് സൈഡിലോ ഒന്നും വണ്ടികൾ പാർക്ക് ചെയ്തേക്കണ കാണാൻ പറ്റില്ല കേട്ടോ. കാരണം അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ട്രാഫിക് പോലീസ് ബിസിലടിക്കും. കണ്ട അവിടെയൊക്കെ ബിസിലടിയുടെ സൗണ്ട് കേൾക്കാം, ആ ഭാഗത്തൊക്കെ ബിസിലടിക്കുന്ന സൗണ്ട് കേൾക്കാം. കാരണം അതുകൊണ്ട് ഈ പറയുന്ന പാർക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലാണ് കേട്ടോ. ഇതും ഒരു നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഈ മെയിൻ റോഡ് വഴികളിൽ ഇങ്ങനെ ഈ പറയുന്ന ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വണ്ടികളും എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ ഒന്നും ഇതാവൂല്ലേ. പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ട്രാഫിക് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ട്രാഫിക് ചെറുതായിട്ടായിട്ടൊരു ട്രാഫിക് അതും ഈ പറയുന്ന പോലെ അത്രയും വലിയ ടൈമൊന്നുമല്ല. അതും ഒരു നല്ല കാര്യമാണ് കേട്ടോ. ഇതും നമുക്കും പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഇതും ഒന്ന് റെഡിയാക്കാൻ ശ്രമിക്കാവുന്നതാണ്. ആ കാണുന്നുണ്ടോ, ട്രെയിൻ പാളം പോകുന്നതുണ്ടോ? എടാ നമുക്ക് ഇതിലിങ്ങനെ ഇറങ്ങാനുള്ള സ്ഥലമില്ല കേട്ടോ. നമുക്ക് നോക്കാം, അങ്ങനെ ഇറങ്ങാനൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പാളത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയും പോകണം, ഇനിയും കുറച്ചുകൂടെ പോകണോട്ടോ ഇവിടുന്ന്. നമുക്കെന്തായാലും പോവാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എങ്കിൽ ഈ പറയണ പോലെ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പോയി മെയിൻ എൻട്രൻസിൽ കൂടെ കയറാം നമുക്ക്. എടാ ഇത് ഇവിടുത്തെ എന്തോ ഒരു ഓഫീസ് കാര്യമാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസാണോ എന്താന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതുണ്ടാവും. ഇതേടാ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്, പിന്നെ ഇവിടുത്തെ ക്ലീനിങ്, അങ്ങനെ എന്തൊക്കെയായിട്ടൊരു ഫോട്ടോ കൊടുത്തത്. ഇത് നല്ല രസമല്ലേ? ഇതേടാ സോളാർ ഇതേടാ അതും ട്രെയിൻ പാളാണ് കേട്ടോ. അതേ കാണുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇതേ പോകുന്നുണ്ടോ? ഇവിടെ വഴിയില്ലടാ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ. അതുപോലെ എനിക്ക് ഇവിടെ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ അമ്മമാരില്ലേ, അവരവരുടെ മക്കളെ ഈ കങ്കാരു അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കൂലേ സഞ്ചിയിൽ എന്ന് പറയണ പോലെ ഒരു തുണി പോലെ എന്തോ സഞ്ചിയായിട്ട് പോലെ കെട്ടിയിട്ട് അതിനകത്ത് ഇരുത്തിയാണ് കേട്ടോ കൊണ്ടുപോകണേ. പിന്നെ എനിക്കത് വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്തേക്ക് ഏകദേശം ഫേസ് ടു ഫേസ് ഞാനും
തമ്മിൽ കണ്ടു. പിന്നെ ഞാനത് വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്താലോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, കാരണം നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അത് ഞാൻ ഇനി കാണുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ, അത് ഭയങ്കര കൗതുകമുള്ളതാണ് കേട്ടോ. എനിക്കൊന്ന് ഇത് ടാക്സി സ്റ്റാൻഡ് ആയിരിക്കും കേട്ടോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ഇവിടെ അടുത്ത്. പിന്നെ ഇതെല്ലാം എന്തേ ടാക്സി യെല്ലോ നമ്പർ പ്ലേറ്റ് ആണ് കേട്ടോ. ഇതേടാ ഷിംല കാണുന്നുണ്ടോ? ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് പോയി നോക്കാം. നമുക്ക് ഇതിലിങ്ങനെ പോയി നോക്കാം. എടാ ഇത് കണ്ടോ, ഈ ഒരു റൗണ്ട് കണ്ടോ? എടാ എനിക്ക് തോന്നുന്നു ഇത് ഈ ട്രെയിനിൻ്റെ എൻജിൻ ഭാഗമല്ലേ, അത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിക്കണയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതങ്ങനെ ആവാനാണ് ചാൻസ്. എടാ അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എടാ ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൃത്തിയാണ് കേട്ടോ. എനിക്കും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഏറ്റവും മെയിനായിട്ട് തോന്നിയത് ഇവിടുത്തെ ക്ലീനിങ്, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു പരിസരമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. അതേപോലെ ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ട്രെയിനിൻ്റെ ടൈമാ. പേടിക്കണ്ടാ, ഹിന്ദി മാറി ഇംഗ്ലീഷ് വരും. വെയിറ്റ് ചെയ്യും ഞാൻ. അതെ ഇവിടെ ട്രെയിനിൻ്റെ നമ്പർ, അതിൻ്റെ പേര്, അതിൻ്റെ ടൈം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എടേ ഇവിടെ ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ട്രെയിൻ. എടാ ശരിക്കും നമ്മൾ ഡൽഹിയിൽ നിന്ന് കൽക്കന്ന് ഷിംല, നമ്മൾ കൽക്കന്ന് ഇതിന് വരാനാണ് കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ മിസ്സായിപ്പോയി. പക്ഷെ പിടിക്കുന്ന നമ്മൾ അടുത്ത ഈ മഞ്ഞുവീഴ്ച ടൈമില്ലേ, ആ ടൈമിൽ വരും ഞാൻ. എടാ ഇതിപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ, ഇതിൻ്റെ ഇതെല്ലാം അടച്ചിട്ടേക്കുണ്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ടോ ഭയങ്കര വൃത്തിയാണ് കേട്ടോ ഇവിടെ. എടാ അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ വരുന്നത്, അതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ വരുന്ന, എന്തോരം ആളുകൾ വരുന്നൊരു സ്ഥലം. ഇത്രയും ആളുകൾ വരുന്നൊരു സ്ഥലത്ത്, അതും ഇത്രയും വൃത്തിയായിട്ട് ഈ നാടും ഈ പരിസരമൊക്കെ കൊണ്ടു കിടക്കാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല കേട്ടോ, അത് ഇവിടുത്തെ ആളുകളുടെയും ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളുമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു രസമുള്ള കേട്ടോ അത്. ഇതാണ് കേട്ടോ ട്രെയിൻ. ഇത് കൽക്കന്ന് വരുന്നതാണ് കേട്ടോ, ഇത് കൽക്കന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ.
അച്ഛ പൊന്നേ, അപ്പയുടെ പൊന്നേ. ഓ ഇതാരത്, ഇതാരത്? സൈക്കിൾ സൈക്കിള് സൈക്കിൾ എന്തി? സൈക്കിൾ തുടച്ചു വേണോ? സൈക്കിൾ തുടക്കണോ? അതായത് മരയാമയാണോ? മരയാമയാണോ അത്? ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ പൊന്നാ, ഇങ്ങോട്ട് പന്നീനി. ഇതെന്നാ ഇത്? എങ്ങോട്ട് പോണേ? അപ്പോൾ പുള്ള എങ്ങോട്ട് പോണേ? ജീപ്പ് എടുക്കാൻ പോവാണോ? വണ്ടി ഇടിച്ചാൻ പോവാ? വണ്ടി കൊണ്ട് എങ്ങോട്ട് പോവാ? വീടില്ലേ കുഞ്ഞാ?